നമസ്കാരം. ധനുസ് PH ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PYQ സെഷനാണ് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഇനി അടുത്ത ജൂൺ 20 വരാൻ പോകുന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക, അതിനുശേഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന LDC LGS തസ്തികകളിലൊക്കെ തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും കൂടി നന്നായി പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് തന്നെ പഠിച്ചാണ് ഇനി പോകാൻ പോകുന്നത്. 50 മാർക്ക് 50 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന മാത്സും അതുപോലെ തന്നെ അനുബന്ധ ഭാഗങ്ങളും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് LGSൻ്റെ ചോദ്യപേപ്പർ ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് വരുന്ന വീണ്ടും LGS ലെവൽ ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ശേഷം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിലായിട്ട് എന്ത് ചെയ്യാം, അപ്പോഴത്തേക്ക് ഡേറ്റ് ഏകദേശമാകും. നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒന്നുകൂടി റിവിഷൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓപ്ഷൻ ബി, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. ഓപ്ഷൻ സി, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. ഓപ്ഷൻ ഡി, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ, ചോദ്യം ഒന്നുകൂടി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതായിരുന്നു? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ അല്ലേ ക്വസ്റ്റ്യന്? അടുത്ത ചോദ്യം. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻസ്: ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്ത്, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലകൻ. ഉത്തരം ദാദാഭായ് നവറോജി. ചോർച്ച നവറോജി. നെക്സ്റ്റ് വൺ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ: കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു, വെള്ളസ്ലി പ്രഭു, കോൺവാലിസ് പ്രഭു. ഓപ്ഷൻസ്. ഉത്തരം ഏതാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതായിരുന്നു? അല്ലെങ്കിൽ ഏതാണ് പറയുക? ഓപ്ഷൻസ്: 1957 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. പിന്നെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ രണ്ടാമൻ. ലക്നൗ നേതാവായിരുന്നു താന്തിയ ടോപ്പി. ലക്നൗ നേതാവായിരുന്നു ഹസ്രത് മഹൽ. അല്ലേ? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1957 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. അപ്പോൾ ഇതിനകത്തുള്ളത് 1957 യുദ്ധം ഏതൊക്കെ സ്ഥലം എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുന്നുള്ളതാണ്. അതേ വായിച്ച് പോവല്ല, അത് കമൻറ്റ് കാണുമ്പോൾ കമൻറ്റ് കൂടി ചെയ്തു പോകണില്ലേ. 1957 വിപ്ലവം നമുക്ക് 1-ാം സ്വാതന്ത്ര്യ സമരമാണെന്നറിയാം, അല്ലത് മീററ്റിൽ വെച്ച് നടന്നറിയാം അല്ലേ. താന്തിയ ടോപ്പി, അങ്ങനെ കുറേ, നാനാ സാഹിബ് അല്ലേ, കാൺപൂരാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരവെടുത്ത എന്താണ്? 1957 ലക്നൌവിലെ നേതാവാണ് ഹസ്രത് മഹൽ. ഹസ്രത്തും ലക്നൗ, നൗവും സ്രായും കൂടെയാണ് ഞാൻ കണക്ട് ചെയ്ത് വെക്കുക. നൗവും സ്രായും കൂടി അല്ലേ. ലക്നൗ ഹസ്രത് മഹൽ. ഓക്കെ, ലക്നൗ ഹസ്രത് മഹലിലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ അറിയാം നാനാ സാഹിബ് ആരാണ്? കാൺപൂർ അല്ലേ. കാൺപൂരൊക്കെ നാനാ സാഹിബിൻ്റെ നമുക്കറിയാം. ഇവിടെ ലക്നൗ നേതാവ് ഏതായിരുന്നു? ഹസ്രത് മഹലിൻ്റെ ആയിരുന്നു. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻസ്: കറാച്ചി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ബോംബെ, ലാഹോർ സമ്മേളനം. ഏതിലായിരുന്നു ത്രിവർണ്ണ പതാക അംഗീകരിച്ചത്? ഇവിടെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഉത്തരമില്ല. പക്ഷെ നമുക്ക് കറാച്ചി സമ്മേളനം ശരിക്കും എന്താണ്? 1931 കറാച്ചി സമ്മേളനം നടക്കില്ല. 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്, ആ ഒരു ചോദ്യം മാത്രം. അതായത് നമ്മുടെ മൗലികാവകാശ പ്രമേയം പാസ്സാക്കി ഇൻ്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ഈ 1931 കറാച്ചി സമ്മേളനം. എന്താണ്? മൗലിക അവകാശ പ്രമേയം. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻസ് ആയി വരിക. മൗലിക അവകാശ പ്രമേയം പാസ്സാക്കിയ
ഇൻ്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനമാണെന്ത് 1931 ഈ കറാച്ചി സമ്മേളനം എന്ന് പറയാം അല്ലേ. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ലാഹോർ സമ്മേളനം 29 ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. 29 ലാഹോർ സമ്മേളനം നടന്നിട്ട് നമുക്കറിയാം. അത് അപൂർണ്ണ സ്വരാജ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ത്രിവർണ്ണ പതാകയെ ബന്ധപ്പെട്ടൊരു സമ്മേളനം ഇവിടെ വരുന്നില്ല, ഇതിനകത്ത് 3 വരുന്നില്ല. നമുക്ക് കറാച്ചി മാത്രം ഒന്ന് പഠിക്കാം. 31 കറാച്ചി എപ്പോഴും ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് ചോദിക്കുന്നത്? മൗലികാവകാശ പ്രമേയം പാസ്സാക്കിയ ഇൻ്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനമാണെന്ത് ഈ കറാച്ചി സമ്മേളനം എന്ന് പറയും. എൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എൻ്റെ അധ്യക്ഷൻ. അതൊന്ന് ഓർത്ത് വെച്ചേക്കും, പ്രധാനമായിട്ടും ഒന്ന് ഓർത്ത് വെക്കാം. ഈ ലാഹോർ സമ്മേളനം നമുക്ക് എപ്പോഴും 29 ലാഹോർ എന്താ പറയുക പൂർണ്ണ സ്വരാജ് നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, അറിയാവുന്നൊരു പോയിന്റ് ആയിരുന്നു എപ്പോഴും നമുക്ക് ചോദിക്കുന്നത്. 29 ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അത് 40 ലാഹോർ സമ്മേളനമുണ്ട്, 1940 ലാഹോർ സമ്മേളനമുണ്ട്. അത് ഇന്ത്യ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം കൊടുക്കണമെന്ന് അല്ലേ പറയുന്നൊരു സംഭവമാണ്. മുസ്ലിം ലീഗിൻ്റെ സമ്മേളനമാണിത്. ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കുന്ന ഒരു മുസ്ലിം ലീഗ് സമ്മേളനമാണ് ശരിക്കും എന്ത് 1940 ലാഹോർ സമ്മേളനം. ഓക്കെ, അങ്ങനൊരു സമ്മേളനം കൂടി ലാഹോർ സമ്മേളനം ഉണ്ടെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് ഞാൻ പോവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ്? വേറെ ആരുമല്ല. ആരാണ്? നമുക്ക് കാണാതെ പഠിക്കാതെ ജവഹർലാൽ നെഹ്റു ആണല്ലോ. ഓപ്ഷൻസ് വേണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ ആമുഖം തയ്യാറാക്കി വെച്ചേക്കുന്നില്ലേ. നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് അല്ലേ. തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? റിപ്പബ്ലിക് ആവണം അല്ലേ. റിപ്പബ്ലിക് ആവണം. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നില്ലേ. റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുക. റിപ്പബ്ലിക് ഓർക്കാമല്ലോ. തിരഞ്ഞെടുക്കപ്പെടുക റിപ്പബ്ലിക്. ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണ് ഇല്ലേ. നമ്മുടെ ഫിലിംസിനൊക്കെ ഡിഗ്രി ഫിലിംസ് ചോദ്യം വരുന്നത് പോലെ ചോദ്യം വായിച്ച് നമുക്ക് അവിടെ ഉത്തരം എടുക്കണം. പഠിച്ചാലൊന്നും ഒക്കത്തില്ല അല്ലേ. ചോദ്യം വായിക്കുക, അവിടെ ഉത്തരം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അതാണ് ഡിഗ്രി ഫിലിംസിൻ്റെ വന്നേക്കുന്ന പാറ്റേൺ. നമുക്കതുപോലെ വന്നാലോ. ഇപ്പോൾ ചോദ്യം വായിക്കുക, ഉത്തരം എടുക്കുക. കാണാതെ പഠിച്ചിട്ടൊരു കഥയില്ല. സോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്താവണം? അത് റിപ്പബ്ലിക് ആയിരിക്കണം എന്നുള്ള തലയിൽ നമുക്ക് ചിന്ത വരണം. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതലവൻ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുക. അടുത്ത ചോദ്യം, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ്: മൗലിക അവകാശങ്ങളിൽ, നിർദ്ദേശ തത്വങ്ങളിൽ, ആമുഖത്തിൽ, മൗലിക കടമകളിൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിർദ്ദേശ തത്വങ്ങളിൽ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? നിർദ്ദേശ തത്വങ്ങളിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. മൗലിക അവകാശങ്ങൾ ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ബി, മൗലിക അവകാശങ്ങൾ ഭാഗം 2 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ സി, മൗലിക അവകാശങ്ങൾ ഭാഗം 3. ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ ഭാഗം 4. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ബന്ധപ്പെട്ട ശരി പ്രസ്താവന എന്താണ്? ഉത്തരം നമുക്കറിയാം എന്താണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തി നമുക്കറിയാവുന്ന കാര്യം ആണല്ലോ. 1, 2, 3, 4 ഒക്കെ നമുക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് ആണ്. ഒന്ന് നമുക്കറിയാം, ഒന്നെന്തായിരുന്നു അല്ലേ, ആമുഖം. രണ്ടാമത്തെ എന്താണ്? പൗരത്വം. 5/11 പൗരത്വമാണ് അല്ലേ. 3 നമുക്കറിയാം എന്താണ്? 3 മൗലിക അവകാശങ്ങളാണെന്നറിയാം. 4-ാം ഭാഗം എന്താ ചോദിച്ചത്? നമുക്ക് 4-ാം ഭാഗം എന്ത് പറയുന്നുണ്ട്? 4-ാം ഭാഗം ശരിക്കും എന്താ? നിർദ്ദേശ തത്വങ്ങളാണ് 4-ാം ഭാഗം. 4A അല്ലേ എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ മൗലിക കടമകൾ വരും. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോകാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ജോലി, സ്വകാര്യത, സമത്വം, വിദ്യാഭ്യാസം. ഉത്തരം ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. 21A എന്താണ്? വിദ്യാഭ്യാസമാണ് അല്ലേ. 21A എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമാണ്. ചെറിയ പിള്ളേർക്കുള്ള വിദ്യാഭ്യാസം അല്ലേ. അവിടെ വിദ്യാഭ്യാസം നോക്കണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സൈമൺ കമ്മീഷൻ, കാവൂർ കമ്മീഷൻ. ഉത്തരം നമുക്കറിയാം. ഉത്തരം എന്താണ്?
ഉത്തരം ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ അല്ലേ. മലബാർ ലഹളയൊക്കെ വരുന്ന ഭാഗം ഓർക്കുക. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ അല്ലേ. ചോദ്യ ഉത്തരങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പം ഒന്ന് വായിച്ച് വേണം പഠിക്കാൻ കേട്ടോ. വളരെ സ്ലോയിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാം ഹാളിൽ പോയി പതിയെ വായിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് വേഗത്തിൽ ചോദ്യങ്ങൾ പഠിച്ച് വേഗം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതൊരു എളുപ്പ വഴിയുള്ളൂ, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പതിയെ ക്വസ്റ്റ്യൻ വായിക്കുന്നതാണ് നമുക്ക് സമയം കിട്ടാതെ വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ സ്പീഡിൽ ഉത്തരങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണ്, നമ്മുടെ ബ്രെയിൻ അതുപോലെ അങ്ങ് വർക്കിംഗ് ആവും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. അറിയാവുന്ന കാര്യമാണല്ലോ. നെക്സ്റ്റ്, കുറിച്യ കലാപത്തിൻ്റെ നേതാവാരാണ്? ഓപ്ഷൻസ്: പഴശ്ശിരാജാവ്, വേലുത്തമ്പി ദളവ, രാമൻ നമ്പി, ബിർസ മുണ്ട. ഉത്തരം ശരിക്കും ഏതാണ്? ഓപ്ഷൻ സി രാമൻ നമ്പിയാണ് ഉത്തരം. നെക്സ്റ്റ്, സർവ്വവിദ്യാധിരാജ അറിയപ്പെട്ടത് ആരെയാണ് സർവ്വവിദ്യാധിരാജ? ഓപ്ഷൻസ്: ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. ഉത്തരം ആരാണ്? ഉത്തരം എന്താണ്? നമുക്ക് ചട്ടമ്പി സ്വാമികൾ സർവ്വവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളാണ്. അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് ചോദ്യം, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഓപ്ഷൻസ്: കേരള കൗമുദി, കേരള സഞ്ചാരി, മിതവാദി, കേരള പത്രിക. ഉത്തരം ഏതാണ്? മിതവാദിയാണ്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ട പത്രമാണെന്ത്? മിതവാദി പത്രങ്ങൾ. ഓക്കെ, മിതവാദി പത്രം. നെക്സ്റ്റ്, കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാരാണ്? സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ബാരിസ്റ്റർ ജി പി പിള്ള, ആഗമാനന്ദൻ. നമുക്ക് ഉത്തരം അറിയാമല്ലോ. കല്ലുമാല ഉത്തരത്തിലേക്ക് പോകും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അയ്യങ്കാളിയാണ് കല്ലുമാലയുടെ നേതാവ് അല്ലേ. നെക്സ്റ്റ്, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇവിടുത്തെ രാജ്യം നമുക്ക് നോക്കാം. ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. നമ്മുടെ ഉത്തരം ശരിക്കും എന്താണ്? സിംഗപ്പൂരാണ് G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമെന്ന് പറയാം. അടുത്ത ചോദ്യം, ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഉത്തരം ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് അല്ലേ. ഓപ്പറേഷൻ അജയ് ആണ്. അടുത്ത ചോദ്യം, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻസിൽ 9ാം പഞ്ചവത്സര പദ്ധതി, 8ാം പഞ്ചവത്സര പദ്ധതി, 10ാം പഞ്ചവത്സര പദ്ധതി, 11ാം പഞ്ചവത്സര പദ്ധതി അല്ലേ. നമ്മുടെ ഉത്തരം ശരിക്കും ഏതാണ്? ഓപ്ഷൻ എ ആണ്. 9ാം പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യത വളർച്ചയില്ലേ. പട്ടിണി ഇല്ലാതാക്കലും സാമൂഹ്യനീതിയും. പട്ടിണി ദാരിദ്ര്യനിർമ്മാർജ്ജനം മാത്രം വന്ന് നമ്മൾ ഉത്തരം എഴുതിയതിനേയും 5 എഴുതി വെച്ചത്. പക്ഷെ 5 ഇവിടെ ഉള്ളതാണ് അല്ലേ. പക്ഷെ 9 ഉള്ളൂ. അപ്പോൾ നോക്കുക, പട്ടിണി ഇല്ലാതാക്കലും സാമൂഹ്യനീതിയും തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ചയും എവിടെയുള്ളത്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉള്ളതെന്ന് ഓർക്കുക. ഓക്കെ, ഉത്തരം വെച്ചിട്ട് നമുക്ക് ചോദ്യം നോക്കി ഉത്തരം എഴുതണം. ഓക്കെ, ഉത്തരങ്ങളോട് ഒന്ന് ആദ്യം വായിച്ച് നോക്കുക, എന്നിട്ട് വേണം ചോദ്യങ്ങളൊക്കെ വീണ്ടും നോക്കേണ്ടതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഞാൻ. നെക്സ്റ്റ് ചോദ്യം, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആസാം, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ്. ഉത്തരം ശരിക്കും ആരാണ്? ഉത്തരം അരുണാചൽ പ്രദേശ് അല്ലേ. അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയും ചൈനയും തർക്കം നിൽക്കുന്നിടത്തേക്ക് വേണ്ടിയാണ് അരുണാചൽ പ്രദേശാണ്. നെക്സ്റ്റ് ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഈ രണ്ടാമത്തെ മാത്രമാണ് ശരിയല്ലാത്ത. അതായത് MN കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയില്ലേ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ അല്ലേ. ശരിയല്ലാത്ത പ്രസ്താവന ഉണ്ടാകത്താണ്. അതായത് ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരം. ഇവിടെ കമ്മീഷൻ 1956 നിലവിൽ വന്നു. അതുപോലെ തന്നെ എൻ്റെ KM പണിക്കർ അംഗമായിരുന്നു അല്ലേ. എൻ്റെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ നമുക്കറിയില്ലേ. ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. നമുക്കറിയാവുന്ന കാര്യം, എപ്പോഴും ചോദിക്കുന്നതല്ലേ. ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. അപ്പോൾ 24 ഒരു ട്രെൻഡ് മാറ്റിയിട്ടുണ്ടെന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ.
ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. KM പണിക്കർ അംഗമായിരുന്നു, നമുക്കറിയാം. 56 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് നമുക്കറിയാവുന്ന കാര്യം. ഓർത്ത് വെക്കുമല്ലോ. 1956 KM പണിക്കർ ഉണ്ടായിരുന്നു അവിടെ. ഫസൽ അലി അതിൻ്റെ അധ്യക്ഷനാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയൊക്കെ എല്ലാം പഠിക്കുന്നവർ, കുറേയധികം പഠിച്ചവർക്കൊക്കെ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നോക്കാം. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാട്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? കൊച്ചിയാണോ, മധുരയാണോ, കട്ലയാണോ, ചെന്നൈ ആണോ? ഉത്തരം ഏതാണ്? മധുരയാണ്. ഓക്കെ, മധുരയാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അതിൻ്റെ പ്രസ്താവന നമുക്ക് നോക്കിയേക്കാം. വൈദ്യോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചവയാണ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചു. വിദേശ പദ്ധതിയാണ് അല്ലേ ബക്രാനങ്കൽ അണക്കെട്ട്. ഉത്തരം ഏതാണ്? നമുക്ക് ഉത്തരം പറയുന്നത് ഏതൊക്കെ വരും നമുക്ക് പറയാൻ പറ്റും. അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് 2ഉം 4ഉം നമുക്ക് ശരിയാണ്. അതായത് ബക്രാനങ്കൽ എന്ന് പറയുമ്പോൾ, അണക്കെട്ടെന്ന് പറയുമ്പോൾ വൈദ്യോൽപാദനത്തിന് വേണ്ടി മാത്രമാണ് അവിടെ നിർമ്മിച്ചത്. വ്യവസായ ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ, കൂടാതെ തന്നെ അല്ലേ. അതുപോലെ നോക്കാം, നമുക്ക് പോയിൻറ്റ്സുകൾ മാത്രം നോക്കി പോവാം. ബക്രാനങ്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമുക്ക് പറയുന്നുണ്ട്? 2ഉം 4ഉം മാത്രമാണ് നമുക്ക് പറയല്ലേ. സത്ലജ് നദിയിലാണ് എന്ത് ചെയ്യുക? ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത്. സത്ലജ്, ബക്ര, സത്ലജ് എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യം. പിന്നെ ആദ്യം പഠിക്കുന്ന മെയിൻ പോയിന്റ് നമ്മൾ ഏത് തന്നെയായിരുന്നു? ഒരു വിവിധോദ്ദേശ പദ്ധതിയാണെന്ത്? ബക്രാനങ്കൽ അല്ലേ. വിവിധോദ്ദേശ പദ്ധതിയാണ് ശരിക്കും എന്ത്? ബക്രാനങ്കൽ. അത് വരുമ്പോൾ തന്നെ ആര് വേണ്ട നമുക്കിവിടെ? ഇതിനു വേണ്ടി മാത്രമുള്ളതാണോ? അല്ല അല്ലേ. വ്യവസായിക പ്രാധാന്യം കൂടി ആർക്കുണ്ടായിരുന്നു? ബക്രാനങ്കലിന് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുക, 2 മെയിൻ പോയിൻറ്റ്സ് നമുക്ക് പഠിച്ചാൽ മതി. ഒന്ന്, ബക്ര എന്ന് പറയുമ്പോൾ, ബക്രാനങ്കൽ എന്ന് പറയുമ്പോൾ സത്ലജ് നദിയിലാണത് സ്ഥിതി ചെയ്യുക. അടുത്തതോ വിവിധോദ്ദേശ പദ്ധതിയായിരുന്നു, പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണെന്ത്? ഈ ബക്രാനങ്കൽ അണക്കെട്ട് അല്ലേ. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിൽ നടപ്പിലാക്കുന്നു? പച്ചത്തുരുത്ത് പദ്ധതി ഏത് ജില്ലയിൽ നടപ്പിലാക്കുന്നു? ഓപ്ഷൻസ് കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം. ഉത്തരം എന്താണ്? പച്ചത്തുരുത്ത് എവിടെയായിരുന്നു നമ്മുടേത്? പച്ചത്തുരുത്ത് പറയുമ്പോൾ കാസർഗോഡ് ജില്ല അല്ലേ. ഇവിടെയുള്ള ഉത്തരം അതില്ല. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതായിരുന്നു? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതായിരുന്നു? ദേശീയ പുരസ്കാരം ഇവിടെ ഏതാണ്? ജീവൻ രക്ഷാ പതകാണ്. ജീവൻ രക്ഷാ പതകാണ് കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷാ പതക്. നെക്സ്റ്റ്, നിസാം സാഗർ നദീതട പദ്ധതി. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? നിസാം സാഗർ നദീതട പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ്? ഓപ്ഷൻസ് ഗംഗ, കാവേരി, കൃഷ്ണ, ഗോദാവരി. ഉത്തരം ഏതാണ്? ഗോദാവരി. ഉത്തരം ഏതാണ്? ഗോദാവരി അല്ലേ. ഉത്തരം ഏതാണ്? ഗോദാവരി. നെക്സ്റ്റ്, നിസാം സാഗർ നദീതടയാണ്. നിസാം സാഗർ നദീതട പദ്ധതി, നിസാം സാഗർ നദീതട പദ്ധതി എവിടെയുള്ളത്? ഗോദാവരി ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് കാണാൻ പഠിക്കുകയും ചെയ്യാമേ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഇവിടെ വിശാഖപട്ടണം, കൊച്ചി, തൂത്തുക്കുടി, കൃഷ്ണപട്ടണം ഒക്കെയുണ്ട്. അതിൽ മേജർ തുറമുഖം, തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം എവിടെയുണ്ട്? തൂത്തുക്കുടിയാണ് മേജർ തുറമുഖം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടി. നെക്സ്റ്റ് ചോദ്യം, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? അല്ലേ, അതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഓപ്ഷൻസ് ചോട്ടാ നാഗ്പൂർ, ഡക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, കച്ച് പീഠഭൂമി. ഉത്തരം ഏതാണ്? ഡക്കാൻ പീഠഭൂമി അല്ലേ. ദക്ഷിൺ എന്ന് പറയുമ്പോൾ ഡക്കാൻ പീഠഭൂമിയാണ്. നെക്സ്റ്റ് വൺ, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്?
ബാർലാച്ചില ചുരം, നാഥുല ചുരം, റോഹ്താങ് ചുരം, ബെനിഹാർ ചുരം. അല്ല, ഉത്തരം ഏതാണ്? ബാർലാച്ചില ചുരം. ബാർലാച്ചില ചുരം. ഒന്നുകൂടി പറയാം. ഹിമാചൽ പ്രദേശിൽ ലഡാക്ക്, ഹിമാചൽ ടു ലഡാക്ക്, HL, ഹിമാചൽ ടു ലഡാക്ക് ഏതാണ്? ബാർലാച്ചില ചുരം. ഹിമാചൽ ടു ലഡാക്ക് ബാർലാച്ചില ചുരം. അതൊക്കെ പഠിക്കണം. ഹിമാചൽ പ്രദേശ് ലഡാക്കെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാർലാച്ചില ചുരമാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഏത് രേഖാംശത്തിലെ സമയമാണ് പൊതുവായി ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ പൊതുവായ സമയം അംഗീകരിച്ചിട്ടുള്ളത്. ഉത്തരം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. അടുത്ത 13 ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഏത് വില്ലേജിലാണ്? ഉത്തരം പള്ളിക്കര വില്ലേജ്. ഉത്തരം പള്ളിക്കര വില്ലേജ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യം, അതാണ് ഇവിടുത്തെ പോയിന്റ്. സഞ്ചാര സ്വാതന്ത്ര്യം അല്ലേ? ഏതാണ്? ഗുരുവായൂർ, ചാനാർ ലഹള, പൂക്കോട്ടൂർ ലഹള, വൈക്കം സത്യാഗ്രഹം. ഉത്തരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ? താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? 2ാം സ്ഥാനം. കാപ്പി, തേയില, കരിമ്പ്, പരുത്തി. ഉത്തരം നമുക്കറിയാം. ഉത്തരം ഏതാണ്? കാപ്പിക്കാണ് 2ാം സ്ഥാനം. കാപ്പിക്കാണ് 2ാം സ്ഥാനം ഉള്ളത്. നെക്സ്റ്റ്, 1959 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത്? കയർ ഫാക്ടറി സ്ഥാപിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ ജില്ലയിൽ. നെക്സ്റ്റ്, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഏതാണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. അറിയാമല്ലോ, കേരളം രൂപീകരണമാണ് ചോദ്യം. 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ആനമുടി. ഓപ്ഷൻസ് വായിക്കാം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി, ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം കേരളത്തിൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 2695 മീറ്റർ ഉയരമുണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുള്ളതാണ് തെറ്റായ പരാമർശം. ഓക്കെ, തെറ്റായ പരാമർശം അവിടെയാണ് നോക്കേണ്ടത്. ചോദ്യം വൃത്തിയായിട്ട് വായിക്കണേ. തെറ്റായ പരാമർശം. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തെറ്റായ പരാമർശം അല്ലേ? നമുക്കറിയാം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടി അല്ലേ? ആനമുടിയെക്കുറിച്ച് മാത്രമായ ഒരു ഫാക്റ്റ് അങ്ങനെ അങ്ങ് ചോദിക്കാൻ പറ്റും. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി എന്നുള്ളത് അല്ലേ? ക്വസ്റ്റ്യൻസ് വായിക്കണേ. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലം, തലശ്ശേരി, പയ്യന്നൂർ, അരുവിക്കര. ഉത്തരം ഏതാണ്? കോതമംഗലമാണ്. കായിക തലസ്ഥാനം കോതമംഗലം. കേട്ടോ, അത് പഠിച്ചു വെച്ചേക്കുക. കായിക തലസ്ഥാനം കോതമംഗലമാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം അറിയാം. ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് രാജ്യം. ദക്ഷിണാഫ്രിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അതൊക്കെ മാറിയല്ലേ? കായിക വകുപ്പ് മന്ത്രി ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടോ പ്ലീസ്. ഞാൻ നോക്കിയില്ല. അല്ല, മന്ത്രിമാരെ നോക്കില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. നോക്കിയിട്ട് ഞാൻ കമൻ്റ് ഇടാം. ഓക്കെ, ഇതിനകത്തിട്ട് വെച്ചേക്കാം. നെക്സ്റ്റ് ചോദ്യം, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓക്കെ, ഒരു മിനിറ്റ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പോലെ തോന്നാം അല്ലേ? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന സ്വകാര്യ ബാങ്ക് ഏതാണ്? സ്വകാര്യ ബാങ്ക് എന്ന് പറയുമ്പോൾ HDFC അല്ലേ? HDFC ആണ് ബാങ്ക്. HDFC ആണ് സ്വകാര്യ ബാങ്ക്. HDFC ഏറ്റവും കൂടുതൽ നമ്മൾ പേര് കേൾക്കുന്നത് HDFC ബാങ്ക് അല്ലേ? എപ്പോഴും മെസ്സേജ് വരുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും. HDFC. HDFC. നെക്സ്റ്റ്, 2024 ഏറ്റവും മികച്ച നടനുള്ള
കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ 24-ലെയാണ്. 24-ലെ ആരാണ്? പൃഥ്വിരാജ് അല്ലേ? പൃഥ്വിരാജാണ്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് 2024 ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ കരസ്ഥമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. അദ്ദേഹം ആരാണ്? സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. അദ്ദേഹം ആരാണ്? അർഷാദ് നദീം. അല്ലേ? അർഷാദ് നദി പ്രതിസന്ധി അതിജീവിച്ച് നദി കടന്നു വന്നു അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അർഷാദ് നദി പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചിട്ട് നദി കടന്ന് പാകിസ്ഥാൻകാരൻ കടന്നു വന്ന് സ്വർണം കൈക്കലാക്കി കൊണ്ടുപോയി. അർഷാദ് നദി. ഓക്കെ, അർഷാദ് നദി അല്ലേ? അപ്പോൾ നീരജ് ചോപ്ര 89.45 മീറ്റർ മാത്രമാണ് എറിഞ്ഞ് വെള്ളി മെഡൽ നേടി. അതിനേക്കാൾ ദൂരത്തിൽ ആരെറിഞ്ഞു വന്നിട്ട് അർഷാദ് നദി കടന്നു വന്നിട്ട് എറിഞ്ഞു, സ്വർണം കരസ്ഥമാക്കിക്കൊണ്ട് ആ പാകിസ്ഥാൻകാരൻ പോയി. ലോക നാട്ടറിവ് എന്നാണ്. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 22-നാണ് നാട്ടറിവ് കേട്ടോ. വേണമെങ്കിൽ ചോദിക്കാം, നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക്സ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, ഡെങ്കി വൈറസാണ്. നെക്സ്റ്റ് 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് നേടിയ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ്? 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. പഠിച്ചു വെച്ചേക്കുക, ഓപ്പൺഹൈമറിനെ പഠിച്ചു വെക്കുക. ഇനി മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം കില്ലിയൻ മർഫി. ഓക്കെ അല്ലേ? ചോദ്യം വായിച്ച് കുളവാക്കണ്ട, നമുക്ക് ഇവിടെ നിന്നുള്ള ചോദ്യം മാത്രം മതി അല്ലേ? മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ആര് നേടി? കില്ലിയൻ മർഫിയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. കില്ലിയൻ മർഫിയാണ് അല്ലേ? അപ്പോൾ ഈ ഓപ്പൺഹൈമർ ആരാണ്? 96ാം ഓസ്കാർ അവാർഡ് നേടിയ അല്ലേ? ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. ആ സിനിമ അത് ഓപ്പൺഹൈമർ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അത് ഓസ്കാറിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. അതാണ് ഓപ്പൺഹൈമർ ഓസ്കാർ എന്നൊരു ലേബൽ വെച്ചിട്ട് ഇങ്ങനെ മനസ്സ് വെച്ചേക്കുക. ഓപ്പൺഹൈമർ ഓസ്കാർ എന്നുള്ളത് സംഭവം വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നടൻ ആരാണ്? കില്ലിയൻ മർഫിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓപ്പൺഹൈമർ, കില്ലിയൻ മർഫി എല്ലാം ഓസ്കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് എഴുതാൻ പറ്റും പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ. നെക്സ്റ്റ്, 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അത് ഏത് മണ്ഡലം? ഇനിയിപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവാം. ആൻസർ ഏതാണ്? മാനന്തവാടി. ഓക്കെ, മാനന്തവാടി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പലത്തിൻ്റെ കൃതി എന്താണ്? ഇല്ലേ, ബാലസാഹിത്യ പുരസ്കാരം നേടിയ കൃതി ഇല്ലേ, അതാണ് ഉണ്ണിയമ്മ അമ്പലത്തിൻ്റെ കൃതി എന്താണ്? നമുക്കറിയാവുന്നൊരു പോയിന്റ് ആയിരുന്നു. എന്താണിത്? അൽഗുരുതങ്ങളുടെ നാട് അല്ലേ? ഇപ്പോൾ പറയാം അൽഗുരുതങ്ങളുടെ നാട്. അൽഗുരുതം ഇല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അൽഗുരുതം, മൊബൈലിൻ്റെ അൽഗുരുതം ഇല്ലേ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ? ഉണ്ണിയാണ്. അൽഗുരുതം ഇപ്പോഴും ഉണ്ണിയാണെന്ന് ഓർത്താൽ മതി അല്ലേ? തുടക്കം പിച്ച വെച്ചിട്ടല്ലേ ഉള്ളൂ, അൽഗുരുതം കേട്ട് തുടങ്ങിയിട്ടല്ലേ നമ്മൾ ഉള്ളൂ. സോ ഉണ്ണിയാണിത്. ഉണ്ണി അമ്പലത്തിൻ്റെ കൃതിയാണെന്ത്? അൽഗുരുതങ്ങളുടെ നാടല്ലേ? ഉണ്ണി മീൻസ് ചെറുതെന്നർത്ഥം. കാരണം അൽഗുരുതം എന്ന് പറയുന്ന സംഭവം നമ്മൾ പറഞ്ഞ് കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ദിവസം ഉണ്ണിയാണ് അവിടെ. അപ്പോൾ ഉണ്ണി അമ്പലത്തിൻ്റെ കൃതി എന്താണ്? ഉണ്ണിയമ്മ അമ്പലത്തിൻ്റെ കൃതി കേട്ടോ. അതാണെന്ത്? അൽഗുരുതങ്ങളുടെ നാട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി സംഭവം. ഓക്കെ, ബാലസാഹിത്യമാണെന്ന് ഓർക്കപ്പോൾ ഉണ്ണി വന്നിട്ടുണ്ട്. ബാലസാഹിത്യമാണ്. ദാറ്റ് അൽഗുരുതങ്ങളുടെ നാട്. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ കാണാൻ പഠിച്ചൊന്നും ഇരിക്കാൻ പോകുന്നില്ല. അവിടെ പോയിരിക്കുമ്പോൾ പക്ഷേ ഉണ്ണി കാണുമ്പോൾ അൽഗുരുതം ഓർക്കുക, അത് കാണുമ്പോൾ കേന്ദ്ര സാഹിത്യമാണെന്ന് നമുക്ക് ഓർമ്മ വരും. 24-ലെ ആണെന്നൊക്കെ ഓർമ്മ വരും. നെക്സ്റ്റ്, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അത് അർജൻറ്റീനയാണ്. ഓക്കെ, അർജൻറ്റീന. ചോദിക്കാം കേട്ടോ. 24, 26 മാത്രം, 24 ഒക്കെ ചോദിക്കും, 25 ഒക്കെ ചോദിക്കാം. 24-ലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാവ് ആരാണ്? അർജൻറ്റീന. അടുത്ത ചോദ്യം, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി ഏതായിരുന്നു?
ലോൺ മാസ്കിൻ്റെ കമ്പനി ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, നൂറ ലിങ്കാണ്. നൂറ ലിങ്കാണ്. നെക്സ്റ്റ് ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്നത് നീലപ്പൊന്മാന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഞാൻ പറയാം, നീലു എന്നായിരുന്നു. നീലപ്പൊന്മാൻ്റെ പേര് നീലു എന്നായിരുന്നു. നീലപ്പൊന്മാൻ്റെ പേര് നീലു എന്നായിരുന്നു. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെയാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആരാ വന്നത്? നീലു വന്നു. നീലു. ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേരെന്താണ്? നീലു എന്നായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നീലു നീലു എന്ന് വന്നു. അടുത്തത് ഓർക്കണേ. നെക്സ്റ്റ് ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ചവച്ചരയ്ക്കണമെങ്കിൽ പല്ല് വേണം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 2, 4 അല്ലേ? ചർവണകം, അതുപോലെ തന്നെ അഗ്രചർവണകം അല്ലേ? ചർവണകം, അതുപോലെ അഗ്രചർവണകം. നമ്മുടെ അണപ്പല്ലിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം അതാ ചർവണകം അല്ലേ? പ്രീമൊളാസും മൊളാസുമാണ് ചർവണകം, അഗ്രചർവണകം എന്നൊക്കെ പറയുക. നെക്സ്റ്റ് ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? WBCO പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ എപ്പോഴും അത് കൂടുതലായിട്ടും ബയോളജി ഭാഗത്തുള്ള ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ വരിക കേട്ടോ. അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി, വിറ്റമിൻ ഡി ആണ് കിട്ടുക അല്ലേ? വിറ്റമിൻ എ നമുക്കറിയാം എവിടെ നിന്ന് കിട്ടും? മുരിങ്ങയിൽ നിന്ന് കിട്ടും, ഇലക്കറികളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വിറ്റമിൻ എ ലഭിക്കുന്നുണ്ട്. വിറ്റമിൻ ബി നമുക്ക് എവിടെ നിന്ന് കിട്ടും? വിറ്റമിൻ ബി ബെറി എന്നുള്ള അസുഖം തടയാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തവിടുള്ള ഭക്ഷണം കഴിക്കാം. റൈബോഫ്ലോവിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പാല് കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? റൈബോഫ്ലോവിൻ കിട്ടും ഇല്ലേ? അപ്പം അതൊക്കെയാണ് വിറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ. ഇനി സി നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? നെല്ലിക്ക, ഓറഞ്ചൊക്കെ സി ആണ്. ഇനി ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? സൽകീർത്തിക്ക് ആര് വേണം? വെണ്ടയ്ക്ക വേണം. സൽകീർത്തിക്ക് വെണ്ടയ്ക്ക വേണം. ഇനി വന അവകാശ നിയമം നിലവിൽ വന്ന വർഷം, വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഏതാണ്? 2006. നെക്സ്റ്റ്, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം അറിയാമോ? 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലി എവിടെയാണ്? സൈലന്റ് വാലി ശരിക്കും എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ഉള്ളത്. 1984 പ്രഖ്യാപിക്കുന്നത് കേട്ടോ, പ്രഖ്യാപിക്കുന്നത്. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോവയാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം എന്താണ്? സ്വീഡനാണ്. സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡനാണ്. നെക്സ്റ്റ്, വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. ഒരു വൈദ്യുത സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് അഴിഞ്ഞ സർക്യൂട്ടാണെന്നുള്ളതൊക്കെയാണ്. അത് തുറന്ന സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്നതായിരിക്കും. നെക്സ്റ്റ്, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് ഏത് ഡിഗ്രി ആയിരിക്കണം? എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി ആയിരിക്കണം. ഇനി കാന്തങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശരിയായവ ഏതൊക്കെയാണ്? കാന്തം. ഉത്തരം ഞാൻ പറയാം, എന്താണ്? 1ഉം 2ഉം അല്ല അല്ലേ? അതായത് 2ഉം 3ഉമാണ് ശരി. ഓക്കെ, അതായത് സ്വതന്ത്രമായി, കാന്തമാണ് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം അല്ലേ? ബാർ കാന്തം ഓക്കെ തെക്ക് വടക്ക് ദിശ സ്ഥിതി അല്ലേ? സൗത്ത് നോർത്തുമാക്കി സ്ഥിതി ചെയ്യത്തുള്ളൂ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. പിന്നെയോ ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും പരസ്പരം ആകർഷിക്കും അല്ലേ? എപ്പോഴും നെഗറ്റീവ് പോളും പോസിറ്റീവ് പോളും ആകർഷിക്കുന്ന പറഞ്ഞതുപോലെ തന്നെ ഈ സൗത്ത് എപ്പോഴും നോർത്തുമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ആകർഷിക്കത്തുള്ളൂ അല്ലേ? സൗത്തും നോർത്തും തമ്മിൽ എപ്പോഴും ആകർഷണം ഉണ്ടായിരിക്കും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം എപ്പോഴും ആ മറ്റൊരു കാന്തത്തിൻ്റെ എന്താണ്? ഉത്തരധ്രുവവുമായിട്ടായിരിക്കും ആകർഷിക്കുക അല്ലേ? സജാതീയ
ധ്രുവങ്ങൾ വികർഷിക്കുന്നു, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു ഒക്കെ പറയുന്ന പോലെ തന്നെയാണ് ഉത്തരം. കാന്തങ്ങളെപ്പറ്റി പഠിക്കുക. നെക്സ്റ്റ് ചോദ്യം കൂടി. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ധാതുക്കൾ, അയിരുകൾ. ഇത് ചോദ്യം എപ്പോഴും ഇങ്ങനെ മാറി മാറി വരാറുണ്ട് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മാറി 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 വരുന്നുണ്ട്. നമുക്ക് കൊടുത്ത ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഒരു ഫാക്റ്റ് മാത്രം പഠിച്ചു വെക്കുക. അയിരുകളും അതിൻ്റെ ധാതുക്കളും എന്താണെന്നുള്ളത് അല്ലെ. അയിരുകളിൽ എപ്പോഴും എന്തുണ്ട്? അതിൻ്റെ ലോഹം എപ്പോഴും ഉയർന്ന അളവിൽ, ഉയർന്ന സാന്ദ്രതയിൽ, ഉയർന്ന അളവിലായിരിക്കും ഉണ്ടായിരിക്കുക. അയിരുകളിൽ, അയിരെന്ന് പറയുമ്പോൾ ലോ കോംപ്ലക്സിൻ്റെ അഴുക്കും കൂടെ ആയിരിക്കും. അപ്പോൾ അയിരിനകത്ത് എന്തുകൊണ്ട്? ലോഹമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുക. അയിരുകളിൽ അതിൻ്റെ ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു മാത്രം പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ്, വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണിത്. തീ കെടുത്തുന്ന വാതകമാണ്. വിനാഗിരി ബേക്കിംഗ് സോഡ തീ കെടുത്തുന്ന വാതകമാണ്. സ്ത്രീ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെൻറ്ററിന് പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരുടെ പേര്? എന്താണ് പേര്? സഹജ എന്നാണ് പേര് അല്ലേ. സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ സഹജ എന്ന ഇതിലേക്ക് കോൾ സെൻറ്ററിലേക്ക് വിളിക്കാം അല്ലേ. ഉത്തരം ലഭിക്കും എന്ന് നമുക്ക് വിചാരിക്കും. നെക്സ്റ്റ്, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്. ഉത്തരം നമുക്കറിയാം, കൈരളി എന്നാണ്. കൈരളി എന്നാണ്. ലോകവ്യാപകം പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം അല്ലേ. ഉത്തരം ഏതാണ്? വുഹാനാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസിൽ പ്രമേഹമുണ്ട്, രക്താതിമർദ്ദം, പക്ഷാഘാതം, ടൈഫോയിഡ്. ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഉത്തരം എന്താണ്? ടൈഫോയിഡ് ആണ് അല്ലേ. ടൈഫോയിഡ്. ടൈഫി എന്ന ഇനമാണ് ഇതിന് ഉണ്ടാക്കുക. ടൈഫോയിഡ് നമുക്കറിയാം. ബാക്കി പ്രമേഹം, പക്ഷാഘാതം, രക്താതിമർദ്ദം, രക്തസമ്മർദ്ദം, BP അതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? അതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണെന്ന് നമുക്കറിയാവുന്ന കാര്യം. ഓക്കെ. നെക്സ്റ്റ്, സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? ഉത്തരം ഏതാണ്? മാമോഗ്രാം. നെക്സ്റ്റ്, HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? ഉത്തരം ജ്യോതിസ്. നെക്സ്റ്റ്, 2024 സെപ്റ്റംബറിൽ MPOX സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? ഉത്തരം ഏതാണ്? കോളറ പരത്തുന്നത് വിബ്രിയോ കോളറി. ശരിയല്ലേ? അടുത്തത്, നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ശലഭം എന്നാണ്. നവജാതമാണ്, ശലഭം എന്ന് വിചാരിക്കും കേട്ടോ. നവജാത ശിശുക്കൾ, നമുക്ക് കൊച്ചു പിള്ളേരിലാവും നവജാത ശിശുക്കൾ. ശലഭമായിട്ട് അവരെ കൺസിഡർ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, ജലസ്രോതസ്സുകൾ അണുമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം എന്താണ്? ഉത്തരം എന്താണ്? ബ്ലീച്ചിങ് പൗഡർ. നെക്സ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം എന്താണ്? പൂനെയാണ്. താഴെ പറഞ്ഞവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആയി വരുന്നത്? ഉത്തരം ആരാണ്? JP നഡ്ഡയാണ്. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനായിട്ട് കേരള ഗവൺമെൻറ് രൂപീകരിച്ച പുതിയ പദ്ധതി ഏതാണ്? പുതിയ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? ഉത്തരം എന്താണ്? മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. അടുത്തത്, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, MAL. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രോഗങ്ങൾ ഏതല്ല? ജന്തുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്?
ഉത്തരം ഏതാണ്? നമ്മുടെ നിപ്പയുണ്ട്, അതുപോലെ തന്നെ എംപോക്സും ഉണ്ട് കേട്ടോ. പോളിയോ ക്ഷയം ഒന്നുമല്ല. പോളിയോ മൈലൈറ്റിസ്, ക്ഷയം നമുക്കറിയാം ബാസിലസ് ബാക്ടീരിയ ആണ്. ഓക്കെ, നിപ്പ ഒരു വൈറസ് പരത്തുന്നതാണ്, എംപോക്സും അതുപോലത്തെ സംഭവം വൈറസ് പരത്തുന്നതാണ്. അപ്പോൾ പോളിയോയും ക്ഷയവും എന്താണ്? ബാക്ടീരിയാസിൻ്റെ കാര്യത്തിൽ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ചോദ്യം, മാത്സ് ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, 7, 6, 5, 4, 3, 2, 5 സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 8 ആണ്. നെക്സ്റ്റ്, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 4.3. നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കണക്ക് ഏതൊക്കെയുണ്ട് നമുക്കറിയാം, പ്രത്യേകിച്ച് കണക്ക് തപ്പി പോകേണ്ട. ചെയ്ത് ആ സംശയമുള്ള കണക്കുകൾ മാത്രം നിങ്ങൾ മറ്റു ചാനലിൽ പോയി എടുത്തിട്ട് അല്ലേ, പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, പോയി എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ് ചോദ്യം, ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. ഇത് 84ാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വരുന്നത്, 2 ചതുരങ്ങൾ നീളങ്ങൾ. 85ൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റ് അല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക കേട്ടോ. യഥാക്രമം 12 സെൻറ്റിമീറ്റർ 10 cm ആണ്. വീതി യഥാക്രമം 6, 8 ആണ്. അവിടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 9:10 ആണ്. നെക്സ്റ്റ് ചോദ്യം, 2 × 5 × 7 × 4 × വർഗ്ഗമൂലം എത്രയാണ്? അല്ലേ, വർഗ്ഗമൂലം എത്രയാണ്? അല്ലെങ്കിൽ ഈസി മെത്തേഡ്സ് ചെയ്യാണ്ടല്ലേ. ഉത്തരം 140 ആണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ്, 1500 രൂപ പരസ്യവിലൊരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1250. പ്ലസ് 8 × ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 89ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നത് ട്രെയിനിൻ്റെ സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 18 സെക്കൻഡ്. ഓക്കെ, 91 അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് ചെയ്ത് നോക്കാം. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഇതെന്തൊരു കഥയാണ് നോക്കും. 93ൻ്റെ ആൻസർ നിങ്ങൾക്ക് ചോദ്യം വായിക്കാമല്ലോ. 93ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു അല്ലേ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, 95ൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം ചെയ്യുക. സംശയമുള്ള നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തിട്ട് പഠിക്കണം. ഓക്കെ, ഇങ്ങനെ ആരെങ്കിലും പറയുമോ? ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, 97 ഓപ്ഷൻ ഡി ആണ്. 98 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി തന്നെയാണ്. 99 ഓപ്ഷൻ ബി ആണല്ലേ. ഓക്കെ, 100 ഇതേപോലൊരു കണക്ക് ഇന്നലെ ഡിഗ്രി പ്രിലിംസിൽ ഉണ്ടായിരുന്നു. 100ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ചെയ്ത് പഠിക്കുക. ഇമാതിരി ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കും കേട്ടോ. നമ്മുടെ WPCക്ക് തന്നെ ഈ ചോദ്യം ചോദിക്കും, ഷുവർ ആണത്. അപ്പോൾ ഇത് ട്രെൻഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് കാര്യം മറക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.